വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾക്ക് അമ്പഴങ്ങ ഉപ്പിലിട്ടാലോ. ഇപ്പോൾ അമ്പഴങ്ങയുടെ സീസണാണ്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് നമുക്ക് അമ്പഴങ്ങ കിട്ടുക. ആ സമയത്ത് അമ്പഴങ്ങ മൂക്കാത്ത അമ്പഴങ്ങയായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പഴങ്ങയുടെ അകത്ത് നാര് വരും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് അമ്പഴങ്ങ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി ഉപ്പിലിടാൻ നോക്കാം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അമ്പഴങ്ങ ഉപ്പിലിടേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ അമ്പഴങ്ങയാണ് എടുത്തിരിക്കുന്നത്. അമ്പഴങ്ങ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് തുടച്ചെടുത്തിരിക്കുകയാണ്. ഒട്ടും ജലാംശമൊന്നും ഇല്ലാതെ എടുക്കണം. ഇനി നമുക്ക് ഉപ്പിലിടേണ്ടതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ വിനീഗർ വേണം. അതൊരു 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ്. ഉണ്ടോ, ആവശ്യത്തിന് കാന്താരി മുളക് വേണം. ഇല്ല, കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് ഇട്ടാലും മതി. പിന്നെ നമുക്ക് ഉപ്പിലിടുന്നതിന് ആവശ്യമായ വെള്ളം, അത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് 1 കിലോ അമ്പഴങ്ങ ഉപ്പിലിടേണ്ടതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഈ വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പും അല്പം വിനാഗിരിയും ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ചു വരട്ടെ കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വിനാഗിരി, ഞാൻ പറഞ്ഞില്ലേ വിനാഗിരി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. വിനാഗിരി ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വിനാഗിരിയുടെ ആ സ്മെല്ലോ അതൊന്നും വരില്ല. അതുകൊണ്ടാണ് തിളച്ച വെള്ളത്തിലേക്ക് ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് കുറേ ആറിയതിന് ശേഷം ഒരു ചെറിയ ചൂട് വേണം കേട്ടോ. ആ ചെറിയ ചൂടായിട്ടിരിക്കുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അമ്പഴങ്ങയും കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് 1/4 ഭാഗത്തിലേറെ ആറിയിട്ടുണ്ട്. ചെറിയൊരു ചൂട് വേണം കേട്ടോ. അങ്ങനെ വേണം അമ്പഴങ്ങയും കാന്താരി മുളകും അതിലേക്ക് ഇടാനായിട്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടായിട്ടാണ് ഇരിക്കണേ. നമുക്കിനി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന അമ്പഴങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ മുളക് ഇട്ടാലും മതി കേട്ടോ. ഇപ്പോൾ കാന്താരി മുളകൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ആറിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റാം. ഗ്ലാസ് ബോട്ടിൽ നല്ലതുപോലെ കഴുകി ജലാംശമൊന്നും ഇല്ലാതെ ഉണക്കിയെടുത്തതായിരിക്കണം കേട്ടോ. അതേപോലെ ഇതിൽ നമ്മൾ ഈ അമ്പഴങ്ങ എടുത്തിടുന്ന സ്പൂണും അതേപോലെ തന്നെ നല്ല ഉണങ്ങിയതായിരിക്കണം. കറക്റ്റ് ഈ ബോട്ടിലിൽ കൊണ്ടുട്ടോ. അമ്പഴങ്ങ എല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വെള്ളം, ഉപ്പുവെള്ളം അതിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മൾ അമ്പഴങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അമ്പഴങ്ങയുടെ സീസണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെങ്കിൽ ഉപ്പിലിട്ട് വെക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്പഴങ്ങ എടുത്ത് ഉടച്ച് അതിനകത്ത് കുറച്ച് ഉള്ളി ചതച്ചിട്ട് മുളക് പൊടിയും വെളിച്ചെണ്ണ ഇട്ട് ചാലിച്ചിട്ട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.